എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഹൈ ഓപ്പണിംഗ് ആയിരുന്നു. ഇന്നത്തെ ക്ലോസിംഗ് ഏകദേശം 120-130 പോയിൻ്റ് പ്ലസ്സിൽ പോയി നമ്മളിവിടെ CPR വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈയുടെ മുകളിൽ ഇന്നലത്തെ ഒരു ഹൈ വരുവാണെങ്കിൽ തിരിച്ചിറങ്ങാനാണ് ചാൻസ്. പോസിറ്റീവായിട്ട് ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കിക്കേ, കറക്റ്റ് R1 ടച്ച് ചെയ്തു, വൺ സൈഡ് ഇറങ്ങി. R1 ടച്ച് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ 24,334 എന്ന് 24,100, അതായത് 200 പോയിൻറ്റിൻ്റെ ഡിഫറൻസ്, നല്ല ഒരു പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാം. പക്ഷെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ ദിവസത്തെ ലോയുടെ അവിടെ സപ്പോർട്ട് എടുത്ത് ഈ ഷെയർ, കഴിഞ്ഞ ദിവസത്തെ ലോയുടെ അവിടെ ഈ ഷെയർ ഒരു പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്ത് കയറുക ചെയ്ത്. അപ്പോൾ നാളെ ഇത് അഥവാ ഡൗൺ ഓപ്പണിംഗ് വന്നാൽ നിഫ്റ്റി ചിലപ്പോൾ കുറച്ച് കയറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ സപ്പോർട്ട് എടുക്കുന്ന ഈ ലെവല് പൊട്ടി നിന്നെങ്കിൽ മാത്രമേ താഴോട്ടൊരു ട്രെൻഡ് പ്രതീക്ഷിക്കാവൂ. പക്ഷേ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നാളെ ഫ്ലാറ്റായിട്ട് ഓപ്പണിംഗ് വന്ന് തിരിച്ച് കയറിപ്പോകാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കയറിപ്പോകണം. ഒരു പ്രാവശ്യം 24,700-800 റേഞ്ചിലോട്ട് വരാനൊരു ചാൻസ് ഉണ്ട് നിഫ്റ്റിക്ക്. മാർക്കറ്റ് ന്യൂസിൻ്റെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വരാം. അവിടെ വന്നാൽ ചിലപ്പോൾ നല്ലൊരു സെല്ലിങ്ങും നല്ല രീതിയിൽ വരാനും ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഇച്ചിരി വീക്കായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഹൈ ഓപ്പണിംഗ് വന്നു, R1 മുകളിൽ ഓപ്പണായി, R1 കട്ട് ചെയ്ത് താഴെ വന്ന് ഇവിടെ എൻട്രി എടുക്കുന്നവർക്ക് 52,416, 400 പോയിൻറ്റിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. വൺ സൈഡ് മൂവ്മെൻറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. CPR ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നോക്കി നിങ്ങൾ കണ്ടിന്യൂസ് വാച്ച് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഹ്യൂജ് പ്രോഫിറ്റ് ഓപ്ഷൻസിനകത്തും എടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ നമുക്കൊരു ക്ഷമ വേണം. നമ്മുടെ ആയിട്ടുള്ള രീതി വരുമ്പോൾ മാത്രമേ അതിനകത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്തും ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് കണ്ടില്ല, CPRൻ്റെ ലോവർ ലെവലിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നാളെ ഈ ഇന്നലത്തെ ഈ ലോ അടിക്കാതിരുന്നാൽ മതി. തിരിച്ച് മാർക്കറ്റ് അഥവാ താഴെ വന്നാൽ ഈ ലോ തൊട്ടിട്ട് തിരിച്ച് കയറിപ്പോയെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ കയറിപ്പോകാം മാർക്കറ്റ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലാത്തടത്താണ് നിൽക്കുന്നത്. അതാണ് ഒരു പ്രോബ്ലം. ഒന്നീ സൈഡ് വൈസ് മൂവ്മെൻറ്റ് കാണിക്കും, അതല്ല എങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ കുറച്ചുകൂടെ മുകളിലോട്ട് വരാൻ പറ്റും മാർക്കറ്റിന്. അപ്പോൾ ആ ഒരു റേഞ്ചാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഓക്കെ, ഒരു 53,000 ഈ റേഞ്ചിലോട്ട് ചിലപ്പോൾ വരാം, ഈ ഒരു റേഞ്ചിലോട്ട്. അങ്ങനെ വരുവാണെങ്കിൽ നിഫ്റ്റിയും ഒരു സെല്ലിങ് ലെവലിലോട്ട് വരും. നിഫ്റ്റി ആകുമ്പോഴത്തേന് 24,700-800 റേഞ്ചിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. 24,600 ഈ റേഞ്ചിലോട്ടൊക്കെ വരാം. 24, എൻ്റെ ഒരു കാൽക്കുലേഷൻ 24,700-25,000 റേഞ്ചിനിടയിൽ ഒരു പ്രാവശ്യം വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കാം, മാർക്കറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഷെയറുകളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വരാം. ഇപ്പം ഇന്ന് മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ എന്താണ് പറയുന്നത്, IT സെക്ടറിൽ നിന്ന് നല്ല രീതിയിൽ കയറി നിന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് വലിയ അടിയൊന്നും അടിക്കാതെ നിന്നത്. അതുപോലെ അഡാനി ഗ്രൂപ്പെല്ലാം നല്ല രീതിയിൽ താഴെ പോയിട്ടുണ്ടായിരുന്നു. അഡാനി ഗ്രൂപ്പിനെ അല്ലാണ്ട് മൂഡി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയും വേറെ ഏതൊരു റേറ്റിംഗ് ഏജൻസിയും ഡൗൺഗ്രേഡ് ചെയ്തു. അതിൻ്റെ ടാർഗറ്റ് കുറച്ചു. നമ്മളും ട്രേഡിംഗ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അഡാനിയുടെ ഇപ്പോഴത്തെ ഈ ഓരോരോ പ്രോബ്ലം അവിടെ ഇവിടെ കേസ് നടക്കുന്നതിൻ്റെയും എന്തൊക്കെയോ മറിപ്പ് കാണിച്ചെന്നൊക്കെ പറയുന്നതിൻ്റെ ന്യൂസ് വന്നതുകൊണ്ട് ഈ നോർമൽ ബിസിനസ് ചെയ്യുമ്പം എന്താണ്, മറ്റുള്ള ബാങ്കുകളിൽ നിന്നും പല ബാങ്കുകളിൽ നിന്നും ഇവർ കടമെടുത്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. എന്നിട്ട് ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് കടമടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പല ബാങ്കുകളും, വെളിയിലുള്ള ബാങ്കുകളും ഇന്ത്യയിലെ ബാങ്കുകളും ഇവരുടെ പുതിയ ലോൺ സാങ്ഷൻ ആക്കുന്നതൊക്കെ അവർ ഒന്ന് നോക്കിയിട്ടൊക്കെ കൊടുക്കത്തുള്ളൂ എന്നുള്ളൊരു ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പ്രോബ്ലം ആകും. അവർക്ക് പുതിയ ലോൺ കിട്ടിയില്ലെങ്കിൽ പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. പഴയ ബിസിനസ് വെച്ചിട്ട് അവർക്ക് അവർ ഓൾറെഡി ഹെവി കടമാണ് ഇവർക്കെല്ലാം. ഇവരുടെ ഏത് ഷെയർ എടുത്ത് ശ്രദ്ധിച്ചാൽ മതി, ഡെബിറ്റ് ഇക്വിറ്റി റേഷ്യോ ഒക്കെ ഒത്തിരി കൂടുതലുണ്ട്. 1, 2, 3, 5 ഒക്കെയാണ്.
ഒത്തിരി കടമുള്ള കമ്പനി. അപ്പോൾ അവരുടെ കമ്പനികളിൽ അഡാനി പോർട്ട് മാത്രമേ ഉള്ളൂ ഒരു ക്വാളിറ്റി കമ്പനി. അതൊക്കെ ശ്രദ്ധിക്കണം. അഡാനി ഈ ഗ്രൂപ്പിൽ നല്ല ഹെവി മൂവ്മെൻറ്റ് കിട്ടുമെന്നും പറഞ്ഞ് വീണ്ടും പോയി അതിനകത്ത് വാങ്ങിക്കരുത്. നല്ലൊരു കറക്ഷൻ കിട്ടിയാൽ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങിച്ച് ചെറിയ പ്രോഫിറ്റിലൊക്കെ വെളി വരുന്ന രീതിയിൽ പോവുക. അല്ലാതെ ഓൾ ടൈം ഹൈ അടിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും അഡാനി ഗ്രൂപ്പിലൊന്നും ഇനിയും വേണ്ട. എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് താല്പര്യം, ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ കമ്പനികളോടൊക്കെ താല്പര്യം കാണും. അങ്ങനെയുള്ളവർ അതിൻ്റെ അനുസരിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ഷെയർ ഇവിടെ നോക്കിയേ, നമ്മൾ 12 ഷെയർ. ഈ 12 ഷെയർ നല്ല സൂപ്പറായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റിയ നിറയെ ഷെയറുകളുണ്ടായിരുന്നു ഇതിനകത്ത് നമുക്ക് നല്ല ചാൻസ് തന്ന ഗരുഡ തന്നു. പോളിമെഡ് നമ്മൾ ഹൈ വന്നില്ല, പക്ഷേ അത് ഹെവി ഫോൾ വന്ന ആ ഷെയറിനകത്ത്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലുകളോ ഒന്നും വന്നില്ല. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ CPR കട്ട് ചെയ്യുമ്പം ചാൻസ് എടുക്കുന്നവർക്ക് കിട്ടും. അതുപോലെ ക്രിസ്റ്റലിനകത്ത് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. LG എക്വിപ്മെൻറ്റിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. വിംതാലാവിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ട്രൈ ടർബൈനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ട്രൈ ടർബൈനകത്ത് പക്ഷേ ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് പണി കിട്ടും. അതുപോലുള്ള മൂവ്മെൻറ്റാണ്. പക്ഷേ നമ്മുടേതായിട്ടുള്ള ചാൻസ് അതിനകത്ത് തരുന്നുണ്ടായിരുന്നു. തിറ്റാഗ്ര എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് നല്ല സൂപ്പർ ചാൻസ് ഉണ്ടായിരുന്നു. ഈ ജാക്സൺ ഫാർമയ്ക്കകത്തുണ്ടായിരുന്നു. നിറയെ ഷെയർ. ഇപ്പോൾ 12 ഷെയർ, 5, 6, 7 ഷെയറിനകത്ത് നല്ല ഹ്യൂജ് ചാൻസ്, നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് ഷെയർ വന്നിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഒരു 4-5 ഷെയർ കാണിച്ചു തരാം. ഇപ്പം വിംതാലാബാണ് ഏറ്റവും നല്ല രീതിയിലൊരു ചാൻസ് തന്നത്. എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ നല്ല പ്രോഫിറ്റ് എടുത്ത ആ ഷെയറിനകത്താണ്. വിംതാലാബ് ഇവിടെ നോക്കിയാൽ അറിയാം. ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് R1 കട്ട് ചെയ്ത് ഇറങ്ങി. ഈ 920 അവിടെ ഒരു എൻട്രി എടുത്തവർക്ക് നോക്കിയേ, 879, അതായത് 40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ ആവറേജ് വരുന്നു, പിന്നെ തിരിച്ച് വീണ്ടും ഇറങ്ങി, വീണ്ടും 890 വരെ വന്നു. നല്ല ഹ്യൂജ് പ്രോഫിറ്റ് ഈ ഷെയറിനകത്ത് എടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ ജാക്സൺ ഫാർമ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ പ്രീവിയസ് ഡേ ഹൈ R1 അടിച്ചു ഇറങ്ങി. ഇവിടെ 689 റേഞ്ചിലെടുത്താൽ നമുക്ക് 669, 20 രൂപ പ്രോഫിറ്റ് ഇവിടെ തരുന്നുണ്ട്. അതിന് ശേഷം പോയി ഇത് വീണ്ടും വന്ന് പുതിയ ഹൈ അടിച്ച് തിരിച്ച് വീണ്ടും ഇവിടെ ഇറങ്ങി. അടുത്ത ലെവലിൽ പോകാതെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുക. 689 വീണ്ടും എൻട്രി എടുത്താൽ നമുക്ക് 670, 10 രൂപ പ്രോഫിറ്റ് വീണ്ടും തരുന്നുണ്ട്. വീണ്ടും അത് പോയി വീണ്ടും പുതിയ ഹൈ അടിച്ച് അടുത്ത ലെവലിലേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ നമ്മൾ ഇത് ഇവിടെ തിരിച്ചിറങ്ങുമ്പോൾ ഇവിടെ 2 നല്ല പ്രോഫിറ്റ്. അതിനുശേഷം ഇവിടെ ഒരു എൻട്രി 708 എൻട്രി വരുന്നുണ്ട്. 708 എന്നത് നേരെ 703 റേഞ്ചിലോട്ട് വന്നു. ഒരു 5 രൂപ പ്രോഫിറ്റ് കാണിച്ചു. പക്ഷേ തിരിച്ച് പെട്ടെന്ന് 2 ക്യാൻഡിൽ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഹെവി മൂവ്മെൻറ്റ് വന്ന് ഹൈ അടിച്ചു. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അങ്ങ് പോയെന്ന് വെച്ചോ. ഇവിടെ 2 പ്രോഫിറ്റ്, ഇവിടെ സ്റ്റോപ്പ് ലോസ് പോയാലും നമ്മൾ നോക്കേണ്ട അടുത്ത ലെവലിൽ പോയെന്ന് നോക്കുക. പോയില്ല. ഷെയർ തിരിച്ച് വീണ്ടും ഇറങ്ങി. നമ്മളിപ്പോൾ ഇവിടെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ അങ്ങ് എൻട്രി എടുക്കുക. 708 എൻട്രി എടുത്തു. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി ഹൈ ആയിപ്പോകും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ 708 എടുത്താൽ നമുക്ക് പിന്നീട് 693, ലാസ്റ്റിലായപ്പോൾ 689, അതായത് 708 എന്ന് 19 രൂപ പ്രോഫിറ്റ് നമുക്ക് നല്ല രീതിയിൽ ഈ ഷെയറിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഗരുഡ എന്ന് പറയുന്ന ഷെയർ, ഗരുഡ ഓപ്പണിങ്ങിൽ ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പൺ വന്നു, ഹൈ ഇവിടം വരെ അടിച്ചു ഇറങ്ങി. ഇവിടെ 98 ഇറങ്ങി. അത് 96, 2 രൂപ പ്രോഫിറ്റ് വന്നു. അതിനുശേഷം തിരിച്ച് പോയി വീണ്ടും ഹൈ അടിച്ചു പോകുമ്പോൾ നമ്മൾ നോക്കേണ്ട അടുത്ത ലെവലിൽ പോകുന്ന പോയില്ല. ഇവിടെ വന്ന് വീണ്ടും ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുക. 98 വീണ്ടും എൻട്രി എടുക്കുക. ഇവിടെ സ്റ്റോപ്പ് ലോസ്, ഇതിൻ്റെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക.
അതിനുശേഷം കുറച്ച് കയറിയെങ്കിലും പിന്നീട് വൺ സൈഡ് താഴോട്ട് പോയി 98 എന്നത് 93 സംതിങ് വരെ വന്നു, 93.50 വരെ വന്നു. നല്ലൊരു പ്രോഫിറ്റ്, ഹ്യൂജ് പ്രോഫിറ്റ്. അതായത് ചെറിയ ഷെയർ അല്ലേ, ചെറിയ ഷെയർ 5-6% ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഹെവി പ്രോഫിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതികൾ ഇതാണ്. CPRൻ്റെ ലെവലുകൾ വെച്ചിട്ട് തലേ ദിവസം നല്ല മൂവ്മെൻറ്റ് വന്ന ഷെയർ, ഹൈ വോളിയത്തിൽ മൂവ്മെൻറ്റ് വന്ന ഷെയർസിനകത്ത് അടുത്ത ദിവസം അതിനകത്ത് വീണ്ടും അപ്പ് മൂവ്മെൻറ്റ് വന്നതിന് ശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ നിന്നോ R1, R2, R3 റേഞ്ച് എവിടെ വരെ പോയിട്ടാണോ ഫസ്റ്റ് റിവേഴ്സ് ആവുന്നത് ആ റേഞ്ച് തൊട്ട് നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിനകത്ത് നോക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പല പ്രാവശ്യം ഒരു ഷെയറിനകത്ത് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തും ലൈവ് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്തെടുക്കണം. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതി എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിലുണ്ട്. മൈ മോസ്റ്റ് സക്സസ്ഫുൾ ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു വീഡിയോ ലിങ്ക് കിടപ്പുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നാളത്തെ ഷെയർസ് നോക്കാം. നാളത്തേന് നമ്മൾ എടുത്തു വച്ചിട്ടുള്ളത് നാളത്തെ നമ്മൾ 15 ഷെയർ എടുത്തുണ്ട്. ഈ 15 ഷെയർ ശ്രദ്ധിക്കേണ്ട ഒരു ഷെയർ ഈ ഷെയറാണ്, LG എക്യുപ്മെൻറ്റ്. ഇത് ഓപ്പണിങ്ങിൽ ഈ ഷെയർ ഓപ്പണിങ് ഒരു ഡൗണിലോട്ടാണ് ഓപ്പണിങ് വരുന്നതെങ്കിൽ, ഒരു മിനിറ്റ്, ഈ ഷെയർ ഡൗൺ ഇപ്പോൾ ഒരു 5-6 രൂപ ഡൗണായി ഓപ്പൺ വരുന്നത്. അതിന് ശേഷം ഈ ഷെയർ 654 മുകളിലോട്ട് കയറിയാൽ ഈ ഷെയർ ചിലപ്പോൾ വൺ സൈഡ് അപ്പ് ട്രെൻഡ് കാണിക്കും. ഈ ഷെയർ LG എക്യുപ്മെൻറ്റ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഷെയർ LG എക്യുപ്മെൻറ്റിനകത്ത് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. താഴെ പോയതിന് ശേഷം ഓപ്പണിംഗ് ഡൗൺ ആയിരിക്കണം, അതിന് ശേഷം 54 മുകളിലോട്ട് കയറുവാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് അപ്പിലോട്ട് കിട്ടാൻ ചാൻസ് ഉള്ള ഷെയർ. അപ്പോൾ ആ ഷെയറിനകത്തൊരു ബൈങ് പരിഗണിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ആ റേഞ്ച് ചെയ്യുന്ന ക്യാപ്ലിൻ പോയിൻ്റ്. എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഇത് നാളെ R1 റേഞ്ചോ R2 റേഞ്ചോ, അതായത് 2100 ചിലപ്പോൾ 2200 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ R2 വരാതെ തന്നെ 2210 വന്നിട്ട് 2200 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാൻ, ലെവലുകളൊന്നും ഇല്ലെങ്കിൽ പോലും. അപ്പോൾ അവിടെ എടുത്താൽ ആ ലെവലിൽ എടുത്താൽ നമുക്ക് ക്യാപ്ലിൻ പോയിൻ്റ് നമുക്ക് കുറച്ച് 5-10 രൂപ കിട്ടുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് വിൽക്കുക. അതല്ല ആ ഷെയർ തിരിച്ചേണ്ട ഈ റേഞ്ചിന് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ, ഈ 2176 താഴെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എൻട്രി എടുത്തിട്ട് ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഈ ഷെയറിനകത്ത്. ട്രൈ ടർബൈൻ അതുപോലെ ഇതിൻ്റെ ആവറേജ് ശ്രദ്ധിച്ചാൽ അറിയാം, 842. ഓപ്പണിങ്ങിൽ ഈ ഷെയർ ഈ ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാം. അത് ഹൈ പോയിട്ടുണ്ടായിരുന്നു, നോക്കിക്കേ, 885, 884, 93 R1. അപ്പോൾ ചിലപ്പോൾ ഒരു ഹെവി മൂവ്മെൻറ്റ് വന്ന് ഈ രണ്ട് റേഞ്ചിന് മുകളിൽ 884, 93, 85 മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങാൻ തുടങ്ങിയാൽ നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ PL എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ല ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്, എൻട്രി എടുക്കാം, പക്ഷേ അധികം നേരം വെയിറ്റ് ചെയ്യരുത്. അതുപോലെ സോണറ്റ സോഫ്റ്റ്വെയറിനകത്തും പ്രീവിയസ് ഡേ ഹൈ, അത് ഈ ലെവലിൽ പോയിട്ട് ഈ 660 പോയതിന് ശേഷം താഴോട്ട് ഇറങ്ങിയാൽ എൻട്രി എടുക്കാം, പക്ഷേ എങ്കിൽ വെയിറ്റ് ചെയ്യരുത്, പെട്ടെന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. R1 വന്നിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, 10-15 രൂപയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഈസി ആയിട്ട്. അവിടെ അതിന് മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. CGCL R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ചാൻസ് താഴോട്ട് തരാം. ആശാപുര മൈന് R2 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും നമുക്ക് താഴോട്ട് കിട്ടാൻ ഇതുള്ളത്. അതല്ല ടൂന R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കാം, പക്ഷേ കുറച്ച് എന്താണ് പറയുന്നത്, അധികം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത്, കൂടുതൽ പ്രോഫിറ്റ് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. സ്റ്റെർലിംഗ് ടൂൾസും 700 മുകളിൽ പോയിട്ട് 696 താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. അതല്ല ഈ ലെവൽ പോയിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. 711 മുകളിൽ പോയിട്ട് 710 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. NIT ലിമിറ്റഡ് R1
പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാം. ടിപ്സ് വില്യംസ് R1 പ്രീവിയസ് ഡേ ഹൈ അടുത്തടുത്ത് ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ സെല്ല് ചെയ്യാം. പക്ഷേങ്കിൽ ഇതിനകത്ത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണം. ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും ഓപ്പണിങ്ങിലൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇറങ്ങിയാൽ എൻട്രി എടുക്കാം. പക്ഷേങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹൈയുടെ മുകളിൽ വെച്ചേക്കണം. സൈൻ പോസ്റ്റ് എന്ന് പറയുന്ന ഷെയർ 300 പോയിട്ട് 297 ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. ക്രബ്സ് ബയോയും R1 R2 റേഞ്ച് എവിടെ നിന്നാണോ ചാൻസ് വരുന്നത് അവിടെ നിന്ന് നല്ലൊരു ചാൻസ് എടുക്കാം. റൂബി മിൽസിനകത്ത് R1 R2 റേഞ്ച് പോയിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് നോക്കുക. അല്ല ഹെവി മൂവ്മെൻ്റ് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആണെങ്കിൽ ഈ റേഞ്ച് വേണമെങ്കിലും വരാം. ഹെവി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ള ഷെയറുകളാണ് ഇത്. റൂബി മിൽസ്. ടോളിൻസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ ഒരു കമ്പനിയാണ്. അത് ഇഷ്യൂ പ്രൈസ് നിർത്തി താഴെ പോയിട്ട് ഇപ്പോൾ ഇന്ന് പോയി അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട്. എന്നാലും ഇത് അധികം ഇതുള്ള ഷെയർ അല്ല. അപ്പോൾ R1 R2 റേഞ്ചിൽ നിന്ന് ഒരു ചാൻസ് തരുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉള്ള ഷെയർ. അപ്പോൾ ഇത്രയും ഷെയറിനകത്ത് പറഞ്ഞ ലെവലുകൾ ശ്രദ്ധിക്കുക. LG എക്യുപ്മെൻറ്റ് മാത്രം ബൈയിങ് ചാൻസ് കിട്ടിയ ചാൻസ് എടുക്കുക. ബൈയിങ് ചാൻസ് എടുത്താൽ ആ സമയത്ത് വരുന്ന ലോ ഏത് ലോ, ഇപ്പം ഈ ഷെയർ 649 ലോ അടിച്ചിട്ടാണ് 654 കയറി വരുന്നതെങ്കിൽ 654 മുകളിൽ വരുമ്പോൾ ബൈയിങ് എൻട്രി എടുക്കുക. 649 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ ഷെയറുകൾ. എന്തായാലും ഒരു 6-7 ഷെയറിന് നല്ല അടിപൊളി ഇത് ചാൻസ് കിട്ടും. നമ്മൾ നോക്കി കറക്റ്റായിട്ട് ചെയ്താൽ നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.